പിന്നെ ഈ വരുന്ന 25-ാം തീയതി എന്റെ അപ്പച്ചന്റെ ഓർമ്മയാ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറ അങ്ങട്ടെ. എന്റെ അപ്പച്ചൻ പോയിട്ട് 5 വർഷമായി. ഞാൻ പോയി തിരിച്ചു വിളിച്ചോണ്ട് വരണോ? വീട്ടിൽ കുടുംബ പ്രാർത്ഥന വെച്ചിട്ടുണ്ട്, എനിക്ക് പോണം. നീ പോന്നെങ്കിൽ പോകും. എനിക്ക് റെഡിമെയ്ഡ് അപ്പം ഗ്രീൻ പീസ് കറിയും തിന്നാൻ. ഓ അതെങ്ങനെ? അമ്മച്ചി പോയിട്ട് ഒരാഴ്ചയേ ആയുള്ളൂ. തെറ്റിദ്ധരിക്കല്ലേ, അമ്മച്ചി ഇവിടെ അനിയത്തിന്റെ വീട്ടിൽ തൃശ്ശൂർ പോയേക്കുവാ. ഈ 90 വയസ്സുള്ള അമ്മച്ചി തൃശ്ശൂർ പോയിട്ട് വലിയ കാര്യം കേട്ടോ ഈ കാലത്ത്. അതെ, പ്രായമായെന്ന് പറഞ്ഞ മനുഷ്യന്റെ ആഗ്രഹം ഒന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല. വടക്കനാഥന്റെ മണ്ണി പോയി തൃശ്ശൂർ പൂരം കാണണമെന്ന് എന്റെ അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ, അതുകൊണ്ടാ പോയത്. നിന്റെ അമ്മച്ചി തൃശ്ശൂർ പൂരം കാണാൻ പോകുന്നത് കൊള്ളാം. കമ്പത്തിന് തീ പിടിക്കുമ്പോ പുക കണ്ടിട്ട് കമ്പപ്പുരക്കകത്ത് ചാടി കയറില്ല, കാപ്പിക്കടയാന്ന് പറഞ്ഞോണ്ട് വെടി വെച്ചാ പുക എന്ന് പറയുന്നില്ലേ നിന്റെ അമ്മച്ചി. എന്റെ വായിലിരിക്കാൻ കേൾക്കും കേട്ടോ. എന്റെ അമ്മച്ചിക്ക് നല്ല പോലെ ചെവി കേൾക്കാം. ഇവരമ്മച്ചിക്ക് നല്ലപോലെ ചെവി കേൾക്കാം. കഴിഞ്ഞ ക്രിസ്മസിന് കരോളുകാർ പിള്ളേർ വീട്ടിൽ വന്നപ്പോൾ അവര് ഡ്രം സെറ്റ് അടിക്കുന്ന കണ്ടിട്ട് അമ്മച്ചി എന്താ പറഞ്ഞെന്നറിയാവോ? ആ വലിയ ചരി കഴിഞ്ഞ് ആ പിള്ളേരെ അമ്മച്ചി കഴുകി തരാമെന്ന്. ചെവി കേൾക്കുന്ന ആളാണ്. ഈ ചെവി കൂടെ നോക്കിയാൽ അപ്പുറത്തെ ചെവി കൂടെ കുട്ടനാട് കാണാം ഇവരമ്മച്ചി.